തരൂരിന്റെ ലേഖനം കീറി മുറിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കുകയാണ് മാത്യു കുഴൽനാടൻ. ഇവിടെ വിശ്വപൗരനായ തരൂരിന്റെ ലേഖനം CPM നേതാക്കൾ ചർച്ചയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന ചിലതുണ്ട് സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഴൽനാടൻ ലേഖനം എടുത്ത് പൊതുമധ്യത്തിൽ വായിക്കുന്നത്. ലേഖനത്തിന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ തരൂർ ഒരു കെണി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അതുകൂടി കുഴൽനാടൻ കീറി മുറിക്കുമ്പോഴാണ് രാജീവ് അടക്കമുള്ള CPM നേതാക്കൾക്ക് തങ്ങളുടെ അമളി മനസ്സിലാകുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നിലവില് ശശി തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയാണല്ലോ പൊതുവെ കേരളം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ഇത് വളരെ ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യാം. കഴിഞ്ഞ ദിവസം CPM നേതാക്കന്മാര് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, P രാജീവ് എന്ന് വേണ്ട CPMന്റെ എല്ലാ മുൻനിര നേതാക്കന്മാരും ശശി തരൂരിന്റെ ലേഖനത്തെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നും യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ, അതിലാരും ഇത്ര വെപ്രാളപ്പെടേണ്ടതില്ലെന്നും തരൂര് വലിയ വിപ്ലവകാരിയാണെന്നും തരൂര് എന്താണോ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണെന്നും പറഞ്ഞു. ഏറ്റവും ഒടുവിലായി CPM പറഞ്ഞു വെച്ചത് ഈ ലേഖനം കേരളം ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ CPMന്റെ ആ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ തരൂർ എഴുതിയ ലേഖനം കേരളം ചർച്ച ചെയ്യണം എന്ന നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി തരൂർ എഴുതിയ ലേഖനത്തെ എൻഡോഴ്സ് ചെയ്ത CPMന്റെ നിലപാടിനെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തരൂർ എഴുതിയ ലേഖനത്തെ പൂർണ്ണമായും CPM എൻഡോഴ്സ് ചെയ്തു, പാർട്ടി എന്ന നിലയിൽ അവർ എൻഡോഴ്സ് ചെയ്തു. പക്ഷെ അതിൻ്റെ ഒരു ലേഖനത്തിൽ പലതും പല ഫാക്ട്സും പലയിടത്തും കോട്ട് ചെയ്യുകയും അതൊക്കെ നോർമലാണ്. ഒരു അക്കാഡമിക് റൈറ്റിംഗിൽ നമ്മൾ റെഫറൻസ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതോ പബ്ലിഷ് ചെയ്യുമ്പോൾ വി ടേക്ക് സംബഡീസ് അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനു മുമ്പ് എഴുതിയ കാര്യമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെന്റോ ആരുടെയെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഇത് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഒറിജിനൽ ഒപ്പീനിയൻ നമ്മൾ പറയുന്ന ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. നമ്മൾ പറയും നമ്മുടെ ഒരു ഒബ്സർവേഷൻ, നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഈ ലേഖനത്തിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ലേഖനത്തിന്റെ ഏറ്റവും ഒരു ക്രീമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. മാത്രമല്ല അത് CPM അത് എൻഡോഴ്സ് ചെയ്യുകയും CPM അത് അംഗീകരിക്കുകയും ചെയ്തത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനത് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലേഖനം എൻഡ് ചെയ്യുന്നതിന്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്, that this transformation has begun to occur under a communist-led LDF government seems astonishing. അതായത് ഈ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായത് ഒരു ഇടതുപക്ഷ സർക്കാർ ഇരിക്കുമ്പോഴാണ് എന്നത് വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് എൻറ്റയർലി സർപ്രൈസിംഗ്. എന്നാൽ അത്ര അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. The communists in Kerala, like their counterparts in West Bengal at the beginning of the century, understood that the path to growth and prosperity for their people lies in capitalism, entrepreneurship and initiative, not in red flags, strikes and agitations. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം. ഞങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കുറെ കാലമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകർ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്നവര് ഏറ്റവും വലിയ നിലയിൽ എതിർത്തുകൊണ്ടിരുന്ന ഒരു പ്രപ്പോസിഷൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ തരൂരിന്റെ നിലപാടിനെ ഇതിനെ CPM സ്വാഗതം ചെയ്യുകയും CPM വിപ്ലവകരമായി ആഘോഷിക്കുകയും ചെയ്തു. ഇനി സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് ഒരുപക്ഷെ എല്ലാവർക്കും ഇംഗ്ലീഷ് അതുപോലെ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നില്ല. അപ്പൊ ഞാൻ കേരളം ശശി തരൂരിന്റെ ലേഖനം ചർച്ച ചെയ്യണമെന്ന CPM നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടും അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും ഞാൻ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരോട്, സഖാക്കന്മാരോട്, അതായത് ഇന്ന് നിങ്ങളുടെ നേതാക്കന്മാർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പിണറായി വിജയൻ മുതൽ ഇങ്ങ് വന്നാൽ നിങ്ങളുടെ മുൻനിര നേതാക്കന്മാര് അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാരെ അംഗീകരിച്ച
ഐഡിയോളജിക്കലായിട്ടുള്ള സ്റ്റാൻഡ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ദ കമ്മ്യൂണിസ്റ്റ് ഇൻ കേരള ലൈക്ക് ദ കൗണ്ടർ പാർട്സ് ഇൻ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകൾ അംഗീകരിച്ചതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു. ദ പാത്ത് ടു ഗ്രോത്ത് ആൻഡ് പ്രോസ്പെറിറ്റി ഫോർ ദർ പീപ്പിൾ ലൈസ് ഇൻ ക്യാപിറ്റലിസം. നിങ്ങളെ ഒരുപക്ഷെ തലമുറകളോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് മുതലാളിത്തം എന്ന് പറയുന്നത്, മൂലധനം എന്ന് പറയുന്നത്, മുതലാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ വർഗശത്രുവാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന കാര്യം ഒരു സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ വികസനത്തിനും വളർച്ചയ്ക്കും ഏറ്റവും അനിവാര്യവും ഏറ്റവും അഭികാമ്യവുമായ പാത എന്ന് പറയുന്നത് മുതലാളിത്തമാണ് എന്ന് ബംഗാളിലെ പാർട്ടിയെ പോലെ, ബംഗാളിലെ സഖാക്കളെ പോലെ കേരളത്തിലെ സഖാക്കന്മാരും അംഗീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, പ്രോസ്പെരിറ്റി ടു ദ പീപ്പിൾ ലൈസ് ഇൻ ക്യാപിറ്റലിസം, എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇനീഷ്യേറ്റീവ്, നോട്ട് ഇൻ റെഡ് ഫ്ലാഗ്സ്, സ്ട്രൈക്സ് ആൻഡ് അജിറ്റേഷൻസ്. ചെങ്കൊടിയിലല്ല, ഈ സമരത്തിലും അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലും സമരത്തിലും വിപ്ലവത്തിലും ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വികസനവും വളർച്ചയും സാധ്യമാകുന്നത് മുതലാളിത്തം വഴിയാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇന്ന് പിണറായി വിജയൻ മുതൽ പി രാജീവ് വരെയുള്ള നേതാക്കന്മാർ ആഘോഷിക്കുന്നത്. കേരളം ചർച്ച ചെയ്യണം ഈ ലേഖനമെന്ന് ആവശ്യപ്പെടുന്നു. ഐ എം സോ ഹാപ്പി. നിങ്ങൾ ഈ പറയുന്ന കാര്യം കേരളത്തിലെ സഖാക്കന്മാരോട് മലയാളത്തിൽ, അവർക്ക് മലയാളം മനസ്സിലാവുന്ന ഭാഷയിൽ ഇത് നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് അംഗീകരിച്ചാൽ എനിക്ക് അവരോടുള്ള ആശയപരമായ എതിർപ്പിൽ വലിയൊരു ഭാഗത്തിന് മാറ്റം വരും. വലിയൊരു ഭാഗത്തിന്. കാരണം ഞങ്ങളൊക്കെ നാടിന്റെ രാജ്യത്തിന്റെ വികസനം സാധ്യമാകണം, സാമ്പത്തിക വളർച്ച ഉണ്ടാകണം, യുവാക്കൾക്ക് തൊഴിലുണ്ടാകണം, നമുക്ക് കുറച്ചുകൂടി നല്ല നിലയിൽ നമ്മുടെ ജീവിത സാഹചര്യം ഉയർത്താൻ കഴിയണം. അതിന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഉദാരവൽക്കരണത്തിന്റെ, സ്വകാര്യവൽക്കരണത്തിന്റെ, ആഗോളവൽക്കരണത്തിന്റെ നയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ തലമുറകളോളം വേട്ടയാടി. അപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും, ഒരുപക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിലേക്ക് ഇതിനെ ഏറ്റെടുക്കാൻ കാരണം ഞാനും ഒരു പരിധി വരെ അത് അംഗീകരിക്കുന്നു. കാരണം ഞങ്ങളാരും പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല. ഇപ്പോൾ ഒരു വിശ്വപൗരന്റെ സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ള സ്റ്റേച്ചറുള്ള ശശി തരൂർ അത് പറഞ്ഞു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അവരത് അക്സെപ്റ്റ് ചെയ്തതില് ഈ വിഷയം കേരളം ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കേരളത്തിലെ സഖാക്കന്മാരാണ് ചർച്ച ചെയ്യുന്നത്. സാധാരണ സഖാക്കൾ, ഒരു തൊഴിലാളി വർഗം എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന, മുതലാളിത്തം ഞങ്ങളുടെ, അല്ലെങ്കിൽ മുതലാളിത്തം ഞങ്ങളുടെ ശത്രുവാണ് അല്ലെങ്കിൽ വർഗശത്രുവാണ് എന്ന് ഇത്രയും കാലം പറഞ്ഞു പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ തിരിച്ചു പറഞ്ഞു. വാട്ട് തരൂർ സെഡ് ഈസ് റൈറ്റ്. തരൂർ പറഞ്ഞ സത്യമാണ്. ഞങ്ങളും ഇന്ന് വിശ്വസിക്കുന്നത് മുതലാളിത്തമാണ് ഇതിന്റെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കുമുള്ള മാർഗമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചതിൽ, പറഞ്ഞതിൽ, അല്ലെങ്കിൽ അതിനെ ഏറ്റെടുത്തതിൽ, അത് കേരളം ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിച്ചതിൽ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഉള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തരൂരിന്റെ ലേഖനത്തിൽ അദ്ദേഹം കേരളത്തിന്റെ നമ്പർ 1 പൊസിഷനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. If true and not just hyperbole, this is an astonishing development. Not just single window approvals, but approvals of unbelievable rapidity seem to happening. As Rajiv pointed out, Kerala has significantly improved its ranking in ease of doing business, moving from 28 out of 29 states to a top position. ഇതാണ് അദ്ദേഹം കേരളത്തിന്റെ നമ്പർ 1 എന്ന സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരൂരിന്റെ ഓൺ ഒപ്പീനിയൻ പറഞ്ഞതായി കാണുന്നില്ല ഇതിനകത്ത്. ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾ, പറഞ്ഞത് സത്യമാണെങ്കിൽ, പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് വലിയൊരു നേട്ടമാണ്. നോട്ട് ജസ്റ്റ് സിംഗിൾ വിൻഡോ അപ്രൂവൽസ് മാത്രമല്ല, റാപ്പിഡ് സിസ്റ്റം ഹാപ്പനിങ്. ആസ് രാജീവ് പോയിന്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പി രാജീവ് എന്ന കേരളത്തിന്റെ വ്യവസായ മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കേരള ഹാസ് സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ്ഡ് ഇറ്റ്സ് റാങ്കിങ് ഇൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, മൂവിംഗ് ഫ്രം 28 out of 29 സ്റ്റേറ്റ്സ് ടു ടോപ്പ് പൊസിഷൻ. അതായത് അതാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പി രാജീവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചരണം എന്ന് പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം നമ്പർ 1 ആയി എന്ന് പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോഴും
അദ്ദേഹം സമാനമായ രീതിയിൽ അവകാശവാദം ഉന്നയിക്കില്ല. പക്ഷെ ഞാൻ കാറ്റഗോറിക്കലി പറയാൻ ആഗ്രഹിക്കുന്നു, ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻഫാക്ട് മിസ്ലീഡിംഗ് ഓർ ഇറ്റ്സ് റോങ്. അതായത് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 ആണെന്നുള്ള റാങ്കിങ് കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നത് തെറ്റായ റോങ് ഫാക്ച്വലി റോങ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സോ തരൂർ ഇസ് ജസ്റ്റിഫൈഡ് ഇൻ റൈറ്റിംഗ് ദിസ്. കാരണം അദ്ദേഹം രാജീവ് പറഞ്ഞ് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞതാണ്. ഇപ്പോ ഈ LDF സർക്കാരും രാജീവും നടത്തുന്ന PR വർക്കിൽ ദിസ് എ മിസ്ലീഡിംഗ് ഫാക്ട് ഓർ എ റോങ് ഫാക്ട്. ഞാൻ വീണ്ടും വളരെ കോഷ്യസ് ആയ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. ദിസ് ഇസ് എ മിസ്ലീഡിംഗ് ഓർ റോങ് ഫാക്ട്. ഞാൻ കാറ്റഗോറിക്കലി എന്റെ ബഹുമാനായ നേതാവ് ശ്രീ ശശി തരൂർ അടക്കം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ്, ദ ഫാക്ട് വിച്ച് യു റെഫേർഡ് ഫ്രം രാജീവ് ഈസ് അബ്സല്യൂട്ട്ലി റോങ് ആൻഡ് മിസ്ലീഡിംഗ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാമെന്ന്. കാരണം ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ റാങ്കിങ് 1 കേരളം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇന്നുവരെ ഒരു കാര്യവും എഴുതിയിട്ടില്ല. ഒരു ഇതുമില്ല. ദാറ്റ് ഐ കെൻ പ്രൂവ്. ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഞാനിപ്പോൾ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതായത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ റാങ്ക് 1 കേരളത്തിനാണ് എന്ന് കേന്ദ്ര സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത് CPM സർക്കാരിന്റെയും CPM പാർട്ടിയുടെയും ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ ഗവൺമെന്റിൽ ഇവർ ഈ പണി ചെയ്തത് കോവിഡുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയത്, അതിന് മുമ്പിൽ നിന്നത് നമ്മുടെ ആരോഗ്യമന്ത്രി KK ശൈലജയായിരുന്നു. എന്തൊക്കെയായിരുന്നു കോവിഡിനെ സംബന്ധിച്ച്? കേരളം നമ്പർ 1, ലോകത്ത് നമ്പർ 1, കോവിഡിന്റെ ഏറ്റവും വലിയ പ്രതിരോധം തീർത്തത്. അമേരിക്കയിൽ നിന്ന് പോലും ആളുകൾ എന്നെ വിളിക്കുന്നു, എന്നോട് ചോദിക്കുന്നു ഇപ്പൊ അവസാനം വന്നപ്പോൾ കോവിഡിന്റെ അവസാനം വന്നപ്പോൾ ബാക്കി വന്ന എന്താണ്? കോവിഡിന്റെ സമയത്ത് നടത്തിയ കൊള്ളയാണ് അവസാനം നമ്മുടെ മുമ്പിൽ ബാക്കി വന്നു. ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടന്ന കേരളത്തെ ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധം നടത്തിയ സംസ്ഥാനമായി, സർക്കാരായി, മുഖ്യമന്ത്രിയായി, മന്ത്രിയായി അവതരിപ്പിച്ച പാർട്ടിയാണ് CPM. ഇപ്പോ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവരുടെ അടുത്ത PR വർക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്ത പ്രചരണം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ കേരളം വലിയ വളർച്ച കൈവരിച്ചിരിക്കുന്നു, കേരളം മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ദിസ് ഇസ് അബ്സല്യൂട്ട്ലി റോങ്. ദിസ് ഇസ് മിസ്ലീഡിംഗ്, ഫാക്ച്വലി റോങ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തരൂർ കോട്ട് ചെയ്തത് രാജീവിനെയായി പോയി. കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ സ്വഭാവം, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ യഥാർത്ഥ സ്വഭാവം ഒരുപക്ഷെ ശശി തരൂർ ഇതുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർ പറയുന്നതിനെയോ പ്രചരിപ്പിക്കുന്നതിനെയോ അപ്പടി വിശ്വസിക്കരുത് എന്ന ലെസൺ പ്രോബബിളി മൈ ലീഡർ ശശി തരൂർ ഒരുപക്ഷെ ഇതിൽ നിന്നും പഠിക്കുമായിരിക്കും. കാരണം കമ്മ്യൂണിസ്റ്റുകാർ പറയണം, വിശ്വസിച്ച് പറയാൻ നിന്നാൽ ഇതാണ് അവസ്ഥ. ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം റാങ്കിങ്ങിൽ നമ്പർ 1 ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് ഈ സർക്കാരിന്റെയും ഈ വ്യവസായ മന്ത്രിയുടെയും ഒരു പ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. ആ ഭാഗം തരൂർ ഡ്രോ ചെയ്തത് മിസ്ലീഡിംഗ് ആയിപ്പോയി. ബട്ട് ഹീസ് ജസ്റ്റിഫൈഡ്. കാരണം അദ്ദേഹം ലേഖനം എഴുതിയപ്പോ അദ്ദേഹം പറഞ്ഞത് രാജീവ് പറഞ്ഞത് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ദ അതർ പാർട്ട് ഐ ഡിഡ്ന്റ് ചെക്ക്. ഐ മീൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഞാൻ ഒപ്പീനിയൻ പറയുന്നില്ല. പക്ഷേ തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇതിനേക്കാളൊക്കെ കേരളം ചർച്ച ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ തരൂരിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വുഡ് ബി ദ മോസ്റ്റ് ഹാപ്പി. തരൂരിന് മിസ്റ്റേക്ക് പറ്റിയത് തരൂർ ഇസ് ജസ്റ്റിഫൈഡ് ബട്ട് ഹി കോട്ടഡ് എ മിസ്ലീഡിംഗ് ഫാക്ട്. രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ഉള്ളിന്റെ ഉള്ളിലൊരു സംശയത്തിന്റെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സംശയം 100% കറക്റ്റാണ്. ഞാൻ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറയാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞതിന് തരൂർ രാജീവിന്റെ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിന് പിറ്റേ ദിവസം പറയാനിരുന്നപ്പോഴാണ് സഭ അടിച്ചു പിരിഞ്ഞു പോയത്. അതുകൊണ്ട് കേരള സമൂഹത്തിന് മുമ്പിൽ കേന്ദ്ര സർക്കാർ, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, കേരള സർക്കാരിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ റാങ്കിംഗ് 1 കേരളമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു റാങ്കിംഗ് നടന്നിട്ടുമില്ല. അത് പ്രൂവ് ചെയ്യേണ്ട വന്നാൽ ഞാൻ കേരള സമൂഹത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യും. അതല്ലെങ്കിൽ അത് ഡിനൈ ആയിട്ട്, അല്ലെങ്കിൽ ലെറ്റ് ഹിം ഷോ
കേരളത്തോട് കാണിക്കാലോ. ദിസ് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഇഷ്യൂഡ് റാങ്ക് നമ്പർ 1 ടു us എന്ന് കാണിക്കാം രാജീവിന്. രാജീവ് അത് അങ്ങനെയുള്ള അദ്ദേഹം പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഞാൻ ആ സെന്റൻസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അദ്ദേഹം ഫസ്റ്റ് സെന്റൻസ് താങ്ക്ഫുള്ളി അതിന്റെ അദ്ദേഹം റൈറ്റിംഗിൽ ഇതാണ്, നമ്മൾ ആരെയാണോ കോട്ട് ചെയ്യുന്നത് മെൻഷൻ ചെയ്യും. ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾഡ്, ദിസ് ഇസ് ആൻ അസ്റ്റോണിഷിംഗ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആസ് രാജീവ് പോയിന്റഡ് ഔട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ലേഖനത്തിൽ. രാജീവ് പറഞ്ഞത് രാജീവിന് വിശ്വസിച്ചതാണ് തെറ്റ്, അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിച്ചത് അത് മിസ്ലീഡിംഗ് ആയിപ്പോയി. അപ്പൊ ഞങ്ങള് സാധാരണഗതിയിൽ അദ്ദേഹത്തോട് ഞങ്ങൾ പറയേണ്ട ആളല്ല. ഞങ്ങളൊക്കെ ജെഎൻയുവിൽ പഠിക്കുമ്പോൾ സാറന്മാർ പറയായിരുന്നു, നിങ്ങൾക്ക് എവിടെ നിന്നും കോട്ട് ചെയ്യാം, പക്ഷെ കോട്ട് ചെയ്യുന്നത് റിലയബിൾ സോഴ്സസ് എന്നായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്സ് ആർ നോട്ട് റിലയബിൾ സോഴ്സസ്. ഇല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും കമന്റ് ചെയ്യാൻ ഞാൻ ആളല്ല. ഐ എം മച്ച് ജൂനിയർ ഇൻ ദിസ് പാർട്ടി. സീനിയേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം നോട്ട് എ പേഴ്സൺ ടു കമന്റ് ഓൺ ദിസ്. അല്ല, ഞാൻ പറഞ്ഞത് ഈ ലേഖനത്തിന്റെ ഒരു എസെൻസ് മനസ്സിലാക്കുമ്പോൾ ഐ എം ഹാപ്പി അബൌട്ട്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ലേഖനത്തിന്റെ അവസാന ഭാഗം കേരളം ചർച്ച ചെയ്യണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിപ്രായം പറയണം. മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ MP ഗോവിന്ദനൊക്കെ അഭിപ്രായം പറയട്ടെ. അവരിപ്പോ സെലിബ്രേറ്റ് ചെയ്യാണ്. തരൂരിന്റെ ലേഖനത്തെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, തരൂരിന്റെ ലേഖനത്തെ എൻഡോസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിൽ ആദ്യം അവർ അംഗീകരിക്കേണ്ടത് വികസനത്തിനും വളർച്ചയ്ക്കും പൗരന്മാരുടെ അല്ലെങ്കിൽ സിറ്റിസൺസിന്റെ നന്മയ്ക്കും മുതലാളിത്തമാണ്, ചെങ്കൊടിയല്ല. പ്രക്ഷോഭം, അജിറ്റേഷൻ തെറ്റായിപ്പോയി. അത് ഒരുപക്ഷെ ശരിയായിരിക്കും. കാരണം എന്താ, ഇപ്പൊ അവര് മസാല ബോണ്ട് വാങ്ങുന്നു, അവര് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നു, അവരുടെ എല്ലാ നയങ്ങളും അവർ മാറ്റിയല്ലോ. സോ മേ ബി കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ മാത്രമായിട്ട് അത് അറിയാൻ മനസ്സിലാക്കിയ പോരല്ലോ. അപ്പൊ സാധാരണ സഖാക്കന്മാര്, ഈ തൊഴിലാളി വർഗം എന്ന് വിചാരിച്ച് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന അടിസ്ഥാന ജനവിഭാഗത്തെ കൂടി നിങ്ങളിതൊന്ന് അപ്പൊ ആ ജോലി കെ ബാലനോ മറ്റു നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നു ഇത് ചർച്ചയാണെന്ന്. അപ്പൊ അതിനെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും ഇതിനെ അംഗീകരിച്ച നിലയ്ക്ക് സാധാരണ, കാരണം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതാനുഭവം നിങ്ങൾ കാണുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭവം കാണുന്നില്ലേ? ഇന്ന് പാർട്ടിയുടെ ഹയറാർക്കിയില് നേതൃത്വത്തിലുള്ള എല്ലാവരും മുതലാളിമാര് തന്നെയാണ്. മുതലാളിത്തത്തോട് ചേർന്ന് നിന്ന കാലഘട്ടം കഴിഞ്ഞു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എത്ര മാറിയെന്ന് സാധാരണ സഖാക്കൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ മുതലാളിത്തത്തോട് ചേർന്ന് നിൽക്കുന്നു, ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെയായിരുന്നു. നോ, ബട്ട് നൗ അവര് റിയൽ മുതലാളിമാരായി എല്ലാവരും. നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കണം സഖാക്കന്മാര്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഇവരെ ഇത്ര ആവേശം കൊള്ളിച്ചത് തരൂരിന്റെ ഈ ഭാഗമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവർക്ക് പറയാൻ ബടിയും പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ള ഒരു കാര്യം വളരെ പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോ ഇതിനെ അങ്ങ് സെലിബ്രേറ്റ്, ഇതിനെ അങ്ങ് ആഘോഷിച്ച് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാലോ.